എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ വിഷയം പിതൃകർമ്മം ചെയ്യാത്തവർക്ക് ഉള്ള ദോഷങ്ങൾ. പിതൃകർമ്മം ചെയ്യാത്തവർക്ക് ദോഷാനുഭവങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ഗതി കിട്ടുമോ? പിതൃകർമ്മം ചെയ്യാത്തവർക്ക് ഗതി കിട്ടുമോ, അല്ലെങ്കിൽ അവർക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാകുമോ? ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു വിഷയം. ഇതിൻ്റെ ഉത്തരം ഒറ്റ വാക്കി പറഞ്ഞാൽ അവർക്ക് ദോഷമായിരിക്കുള്ളൂ, അവർക്ക് ഗതി കിട്ടില്ല. നമ്മളുടെ പിതൃക്കൾക്ക് നമ്മൾ കർമ്മം ചെയ്യണം. മരിച്ച പിതൃക്കൾക്ക് അന്ത്യകർമ്മവും മോക്ഷവും സായുജ്യവും കൊടുക്കാത്തവർക്ക് എങ്ങനെ ഗതി ഉണ്ടാവും? ഇല്ലേ? അതായത് കർമ്മഫലം തിരിച്ചു കിട്ടും, നല്ലതായാലും ചീത്തയായാലും. നമ്മ എന്ത് കർമ്മഫലം ചെയ്താലും ശരിയാണ്, നമുക്കത് ഇതിൻ്റെ ഫലം കിട്ടും. ചീത്ത കർമ്മം ചെയ്താൽ ചീത്ത ഫലം കിട്ടും, നല്ല കർമ്മം ചെയ്താൽ നല്ല ഫലം കിട്ടും. അപ്പൊ പിതൃക്കൾക്ക് കർമ്മം ചെയ്യണം. അപ്പൊ പിതൃക്കൾ ആരാണ്? ഈ പിതൃക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളോടൊപ്പം നമ്മളുടെ കുടുംബത്തിൽ ഒരുമിച്ച് ജീവിച്ചിരുന്നവരാണ് ഒരു കാലത്ത്, ഇല്ലേ? അവര് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി, അവര് പിതൃക്കളായി മാറി. അപ്പൊ നമ്മൾക്ക് വേണ്ടി കർമ്മം ചെയ്തിട്ടുള്ളവരാണ് അവര്. കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോമവും പൂജയും നടത്തിയെന്നല്ല എൻ്റെ അർത്ഥം. കർമ്മം എന്ന് പറഞ്ഞ പ്രവൃത്തി, നമ്മളെ പഠിപ്പിക്കാനും വിദ്യാഭ്യാസം തരാനും, അല്ലെങ്കിൽ നമ്മളെ ഒരു ജീവിത നല്ല സാഹചര്യത്തിൽ കൊണ്ടെത്തിക്കാനൊക്കെ അഹോരാർത്ഥം പണിയെടുത്തവരാണ് ഈ പിതൃക്കൾ, ഇല്ലേ? അവരുടെ പിൻതലമുറക്കാർക്കും വേണ്ടി സമ്പാദിച്ചിട്ടുള്ളവരായിരിക്കും. അവർക്ക് വരുന്ന അവരുടെ മറ്റ് പിൻതലമുറക്കാർക്ക്, അതേപോലെ തന്നെ അവരുടെ സന്താനങ്ങൾക്കൊക്കെ വേണ്ടി സമ്പാദിച്ചു കൂട്ടി കർമ്മം ചെയ്ത്, അതായത് പ്രവൃത്തി ചെയ്ത്, അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്തവരായിരിക്കും ഇവർക്ക്. അപ്പൊ അവർക്ക് നമ്മ തിരിച്ച് കർമ്മം ചെയ്യണം, എന്നാലും മാത്രമേ നമുക്ക് ഫലം കിട്ടുള്ളൂ. നമുക്ക് വേണ്ടി അവർ കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മ തീർച്ചയായിട്ടും അവർക്ക് കർമ്മം ചെയ്യണം. അതാണ് വേണ്ടത്. കുടുംബക്കാർ ചെയ്യുന്നതൊന്നും ശുഭമാവില്ല. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പിതൃകർമ്മങ്ങൾ ചെയ്യാത്തവർക്കുടെ കുടുംബത്തിൽ, പിതൃക്കൾക്ക് വേണ്ടി കർമ്മങ്ങളൊന്നും ചെയ്യാത്തവരുടെ കുടുംബത്തിൽ എന്ത് കർമ്മം ചെയ്താലും അത് ശുഭമാവില്ല. ദുരിതങ്ങളും ദോഷങ്ങളും അവരെ വിട്ടൊഴിയില്ല. അവരെ ദുരിതങ്ങളും ദോഷങ്ങളും വേട്ടയാടിക്കൊണ്ടിരിക്കും. കുടുംബത്തിൽ അനർത്ഥങ്ങളും ഉണ്ടാവും. അവരുടെ കുടുംബത്തിൽ അനർത്ഥങ്ങളുണ്ടാവും. മരിച്ചവരൊക്കെ നമ്മളോടൊപ്പം ഒരു കാലത്ത് ജീവിച്ചിരുന്നവരാണ്. നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും നമ്മളോടൊപ്പം കഴിഞ്ഞിരുന്നവരാണ് അവരെ നമുക്ക് മറക്കാമോ? അവർക്ക് എന്താണ്, അവർക്ക് ദിവസവും നമ്മ വെച്ചു വിളമ്പി കൊടുക്കുകയൊന്നും വേണ്ടല്ലോ. അവർക്ക് ആണ്ടിലൊരിക്കലോ അല്ലെങ്കിൽ അതേപോലെയുള്ള ചില ദിവസങ്ങളിലോ അവർക്ക് വേണ്ട ആ കർമ്മങ്ങൾ ചെയ്യുക. അതായത് നമ്മ ബലിതർപ്പണം ചെയ്യുക, അത് പിതൃപിണ്ഡം വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ചെയ്യണത്. അപ്പോൾ അത് ചെയ്യാൻ നമ്മൾ തയ്യാറാകാത്തപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവരുടെ പിതൃദോഷങ്ങൾ കിട്ടും. മാതാപിതാക്കളായവർ നമുക്ക് വേണ്ടി ജീവിച്ചിരുന്നവരാണ്, ഇല്ലേ? നമ്മളുടെ മാതാപിതാക്കളൊക്കെ നമ്മ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവര് നമുക്ക് വേണ്ടി ജീവിച്ചിരുന്നവരാണ്. അപ്പൊ അവര് മരിച്ചു പോയെങ്കിലും അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അവരുടെ ആത്മാവിന് ഗതി കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ അവർക്ക് സായുജ്യം കൊടുത്ത് വിടണം, അവരെ പിതൃലോകത്തേക്ക് വിടണം. ആണ്ടിലൊരിക്കലെങ്കിലും അവർക്ക് നീര് കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് പിതൃപിണ്ഡം വെക്കണം, അവർക്ക് പിണ്ഡം വെക്കണം, അവർക്ക് ബലിച്ചോറ് കൊടുക്കണം, ഇല്ലേ? ഇതെല്ലാം നമ്മ ആ സമയങ്ങളിൽ അവർക്ക് വേണ്ടി ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് ആ കുടുംബത്തിന് ദോഷം കിട്ടും. അപ്പം ഇതാണ് ഈ പിതൃക്കൾക്ക് കർമ്മം ചെയ്തില്ലെങ്കിൽ നമുക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിതൃക്കൾക്ക് കർമ്മം ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.